എന്റെ തലയെ മനുഷ്യ മധ്യ ഉയർത്തിടും. യഹൂദാ ഗോത്രത്തിൻ സിംഹമേ, എന്റെ തലയെ മനുഷ്യ മധ്യ ഉയർത്തിടും. യഹൂദാ ഗോത്രത്തിൻ സിംഹമേ, ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം, ഉയർത്തുക വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം, ഉയർത്തുക. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാ യോഗ്യനാ. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാ യോഗ്യനാ. സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമിത്, സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമിത്. സിംഹാസനത്തിന്റെ നടുവിലും മുപ്പന്മാരുടെ നടുവിലും, സിംഹാസനത്തിന്റെ നടുവിലും മുപ്പന്മാരുടെ നടുവിലും കാണാമൊരു കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. കാണാമൊരു കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം, ഉയർത്തുക വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം, ഉയർത്തുക. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടെ നമുക്ക് തന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് പ്രൊഫറ്റിക്കായ ഒരു മെസ്സേജാണ്. അതായത് പരിധികളില്ലാത്ത ജീവിതത്തിലേക്ക്, ലിമിറ്റ്ലെസ് ലൈഫിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഓരോ ദൈവത്തിൻ്റെ ആലോചനകളും ഓരോ വാക്കുകളെയും നമ്മുടെ ലൈഫിലേക്ക് റിസീവ് ചെയ്താട്ടെ. ഈ വർഷം നിങ്ങളത് കാണാൻ പോവുകയാണ്. എന്താണോ നിങ്ങൾ ഹൃദയത്തിൽ റിസീവ് ചെയ്യുന്നത് അത് അനുഭവിക്കാനിടയാകും. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. വെൽക്കം ടു അൺഎൻഡിങ് വിക്ടറി. അൺഎൻഡിങ് വിക്ടറിയിലേക്ക് സ്വാഗതം. അൺഎൻഡിങ് ജയത്തിലേക്ക് സ്വാഗതം. Church, this is a prophetic word for this year. ഈ വർഷത്തിലേക്കുള്ള പ്രവചന വാക്കാണ് ഞാൻ ഈ പറയുന്നത്. Welcome to unending victory. പരിധിയില്ലാത്ത അവസാനമില്ലാത്ത ജയത്തിലേക്ക് I can see the cloud of glory is falling, 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 falling. എനിക്ക് കാണാൻ സാധിക്കും ഒരു മേഘത്തിന്റെ മഞ്ഞ് ഇവിടെ വീണുകൊണ്ടിരിക്കുന്നു. I don't feel to preach, I feel the anointing, the anointing, the anointing falling, 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 falling. എനിക്ക് പ്രസംഗിക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് കാണാനായി സാധിക്കും അഭിഷേകത്തിന്റെ ഒരു പെരുമഴ ഇതിന്റെ അകത്ത് വീണുകൊണ്ടിരിക്കുകയാണ്. Say with me, I function from the mountain top. ഞാൻ ഉന്നതങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്നു. My possibilities limitless. എന്റെ സാധ്യതകൾ പരിധിയില്ലാത്തതാണ്. My victories are unending. എന്റെ ജയം അവസാനമില്ലാത്തതാണ്. Upward and forward. മുമ്പോട്ട് മുകളിലോട്ട്. Yes, upward and forward. മുമ്പോട്ട് മുകളിലോട്ട്. We are marching like an army to the victory. നമ്മൾ ഒരു സൈന്യമായി ജയത്തിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. Hallelujah. Hallelujah. If you are aligned with the word, a word of truth, I challenge you, your life will be excellent, full of
glory. നിങ്ങളുടെ ദൈവിക വചനത്തിന്റെ സത്യവുമായിട്ട് ചേർന്ന് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം എക്സലന്റ് ദൈവിക മഹത്വമുള്ളതായി മാറാനിടയാകും. I don't want to put a close there. I want to prophesy to my church. This is a year of glory manifestations. എനിക്ക് അവിടെ നിർത്തണമെന്ന് ആഗ്രഹമില്ല. എനിക്ക് സഭയോട് പറയാനുള്ളത് ഈ വർഷം ഗ്ലോറിയുടെ വെളിപ്പെടുത്തലിന്റെ വർഷമായി ഈ വർഷമായിരിക്കുമെന്ന് ഞാൻ സഭയോട് പറയുന്നു. Don't lose it. അത് നഷ്ടപ്പെടുത്തരുത്. Do not lose it. അത് നഷ്ടപ്പെടുത്തരുത്. We want to see the manifestations. നമുക്ക് ആ വെളിപ്പെടുത്തൽ കാണേണ്ട ആവശ്യമാണ്. Don't think the promise of God is healing. ദൈവിക വാഗ്ദത്തം അത് സൗഖ്യമാണെങ്കിൽ Don't think it is a healing. It's a promise of God. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അത് ഹീലിംഗ് ആണ് കൂട്ടണ്ട. Don't think healing is a promise of God. സൗഖ്യം അത് ദൈവത്തിന്റെ വാഗ്ദത്തമായിട്ട് കണക്കാക്കണ്ട. Health is a promise of God. അത് ആരോഗ്യമാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. In 2026, welcome to healthy life. 2026 ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Welcome to healthy life. ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Welcome to healthy life. ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് സ്വാഗതം Now ചെയ്യുന്നു. in Jesus' name. Receive it, Lord. La barahata kala bara. Jasmara balakara. When I feel to do something, I feel to beat somebody. He is receiving a supernatural things. I mean, his summer. ഞാൻ ചിലപ്പോ അടിക്കണമെന്ന് തോന്നുന്നു. ഇവൻ ഒരു വലിയ സൗഖ്യം പ്രാപിക്കാനിടയാണ്. Welcome to unending victories. നീ ആ പരിധിയില്ലാത്ത ജയത്തിലേക്ക് സ്വാഗതം. Say to 5 or 6 people, welcome to unending victories. പരിധിയില്ലാത്ത ജയത്തിലേക്ക് സ്വാഗതമെന്ന് 3-4 പേരെടുത്ത് എന്ന് പറഞ്ഞാട്ടെ. Welcome to unending victories. പരിധിയില്ലാത്ത ജയത്തിലേക്ക് സ്വാഗതം. പരിധിയില്ലാത്ത ജയത്തിലേക്ക് സ്വാഗതം. അവിടെ നിൽക്കാതെ 5-6 പേരുടെ അടുക്ക ചെന്നിട്ട് പറ, പരിധികളില്ലാത്ത തീർന്നു പോകാത്ത വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് സ്വാഗതം സഹോദര. പറ, ചെന്ന് പറ. വെൽക്കം ടു അൺഎൻഡിങ് വിക്ടറീസ്. തീർന്നു പോകാത്ത ജയത്തിലേക്ക് സ്വാഗതം. വിക്ടറി ഈസ് യുവേഴ്സ്. ജയം നിന്റെയാണ്. വിക്ടറി ഈസ് യുവേഴ്സ്. ജയം നിന്റേതാണ്. വെൽക്കം ടു അൺഎൻഡിങ് വിക്ടറി. അവസാനമില്ലാത്ത ജയത്തിലേക്ക് സ്വാഗതം. This is what God meant by ഇതാണ് ദൈവീയ the word restoration. ഇതാണ് പുനഃസ്ഥാപനം എന്ന് പറയുന്നത്. വചന പുനഃസ്ഥാപനം എന്ന് പറയുന്നത്. This is God meant by the word restoration. ഇതാണ് ദൈവം പുനഃസ്ഥാപനം കൊണ്ട് ഉദ്ദേശിച്ചത്. Unending victories. അവസാനമില്ലാത്ത ജയം. പറഞ്ഞാട്ടെ. Are you excited or not? നിങ്ങൾ എക്സൈറ്റഡ് ആണോ Put അല്ലയോ? a joy in your face and make a noise of joyful noise and say, hey, welcome to unending victories. സന്തോഷത്തിന്റെ സ്വരം ഉയർത്തിയിട്ട് പറഞ്ഞാട്ടെ, ഞാൻ പരിധിയില്ലാത്ത അവസാനമില്ലാത്ത ജയത്തിലേക്ക് സ്വാഗതം. അടുത്തിരിക്കുന്ന ആരെയും നോക്കാതെ കുറച്ചേരം നടക്കുക, വർത്തമാനം പറ, ചെയ്യേ. ഞാൻ പ്രസംഗിച്ചു തുടങ്ങിയില്ല, ചെയ്യേ. Get in there. അതിലേക്ക് കയറ്. അതിലേക്ക് വന്നാട്ടെ. I function always from the mountain top. ഞാൻ ഉന്നതങ്ങളിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. The realm of limitless life. പരിധിയില്ലാത്ത റിലത്തിൽ നിന്നാണ് ഞാൻ പ്രവർത്തിക്കാനിടയാകുന്നത്. I always function from the mountain top. ഞാൻ ഉന്നതങ്ങളിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. Oh, the realm of limitless life. ലിമിറ്റ്ലെസ് ആയിരിക്കുന്ന പരിധിയില്ലാത്ത റിലത്തിൽ നിന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. I always function from the mountain top. ഞാൻ ഉന്നതങ്ങളിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. From the realm of limitless life. പരിധിയില്ലാത്ത റിലത്തിൽ നിന്നാണ് ഞാൻ പ്രവർത്തിക്കാനിടയാകുന്നത്. Limitless life.
പരിധിയില്ലാത്തത്, പരിധിയില്ലാത്ത ജീവിതത്തിൽ നിന്ന്. എനിക്ക് പ്രസംഗിക്കാൻ തോന്നുന്നില്ല. What I can see, I can see the angels are surrounding you. ഞാൻ എന്താണ് കാണുന്നതെന്ന് അറിയാമോ? ദൈവദൂതന്മാർ ഇതിനെ ചുറ്റിയിരിക്കുന്നത് ഞാൻ കാണുവാനിടയാകുന്നു. God is empowering the church. Church, with the victory, 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 victory. സഭയെ, ദൈവം സഭയെ ശക്തീകരിക്കുകയാണ്. ജയം കൊണ്ട്, ജയം കൊണ്ട്, ജയം കൊണ്ട്, ജയം കൊണ്ട്, ജയം കൊണ്ട്. The man of God, Pastor Chris, also preached this year manifestations. കർത്താവിന്റെ ദാസൻ ക്രിസ്തും പ്രസംഗിച്ചത്, ഈ വർഷം പ്രസംഗിച്ചത് വെളിപ്പെടുത്തലിനെ കുറിച്ചാണ്. But he get into another levels of manifestation. അദ്ദേഹം വെളിപ്പെടുത്തലിനെ കുറിച്ച് പറഞ്ഞത് വേറൊരു നിലവാരത്തിലാണ്. But we never experience the realm of crucifixion, the manifestation in the cross. ക്രൂസിലുള്ള വെളിപ്പെടുത്തലിനെ കുറിച്ച് നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. We are get into it. നമ്മൾ അതിലേക്ക് പ്രവേശിക്കുകയാണ്. Welcome, come on, welcome to unending victories. അവസാനമില്ലാത്ത ജയത്തിലേക്ക് സ്വാഗതം. ഇത് പറഞ്ഞിട്ട് മതിയാവുന്നില്ല. സത്യമായിട്ട് പറയുവോ? Hallelujah. Hey, those who are looking, those who are hearing me, welcome to unending victory. എന്നെ കേൾക്കുന്ന ആരാണോ? ഞാൻ പരിധിയില്ലാത്ത unending victory. അവസാനമില്ലാത്ത ജയത്തിലേക്ക് സ്വാഗതം. How many of you feel I'm getting somewhere else? Somewhere. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ എവിടെ ഒന്ന് കയറുകയാണെന്ന്? How many of you feel I'm getting somewhere? ഞാൻ എവിടെയോ കയറുന്നെന്ന് എത്ര That പേർക്ക് is the place of the realm of the spirit. അതാണ് ആത്മാവിന്റെ അടിത്തറലം എന്ന് പറയുന്നത്. The realm of the spirit. ആത്മാവിന്റെ റലം എന്ന് പറയുന്നത്. You will see the floating of the healings, the floating of the miracles, the floating of the overflows. നിങ്ങൾക്ക് സൗഖ്യത്തിന്റെ ഒരു ഫ്ലോട്ടിംഗ് കാണാനിടയാവോ? അത്ഭുതങ്ങളുടെ ഒരു ഫ്ലോട്ടിംഗ് കാണാനിടയാകോ? അത്ഭുതങ്ങളും സൗഖ്യവും ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണാനായി പോകുന്നു. Say with me, say with me. എന്നോട് പറഞ്ഞാൽ I will live an excellent life. ഞാൻ ഒരു എക്സലന്റ് ജീവിതത്തിൽ ജീവിക്കാനിടയാകും. പറഞ്ഞാട്ടെ ഞാൻ ഒരു എക്സലന്റ് ജീവിതത്തിൽ ജീവിക്കാനിടയാകും. With full of glory. മഹത്വത്തിന്റെ നിറവിൽ I will live an excellent life. ഞാൻ എക്സലന്റ് ആയ ജീവിതത്തിൽ ജീവിക്കും. With full of glory. മഹത്വത്തിന്റെ പൂർണ്ണതയിൽ I will live an excellent life, Lord. ഞാൻ എക്സലന്റ് ആയ ജീവിതത്തിൽ ജീവിക്കും കർത്താവേ. With a full of glory and honor. മഹത്വത്തിന്റെ പൂർണ്ണതയിൽ, ബഹുമാനത്തിന്റെ പൂർണ്ണതയിൽ, Full of glory. മഹത്വത്തിന്റെ പൂർണ്ണതയിൽ. Lord, I will function from above. ഞാൻ ഉന്നതങ്ങളിൽ നിന്ന് പ്രവർത്തിക്കും I കർത്താവേ. will function from the mountain top. ഞാൻ ഉന്നതങ്ങളിൽ നിന്ന് പ്രവർത്തിക്കും. Realm of limitless life. പരിധിയില്ലാത്ത റലത്തിൽ നിന്ന് Unending victories. അവസാനമില്ലാത്ത ജയത്തിൽ. Victory over victories. ജയത്തിന്റെ മേൽ ജയത്തോടെ. Grace over grace. കൃപയുടെ മേൽ കൃപയായി. Grace upon grace. കൃപമേൽ കൃപയായി. Glory upon glory. മഹത്വത്തിന്റെ മേൽ മഹത്വത്തോടെ. Rakati koronuma.
Menonusi kalaba lemrahaturu maka. Lemrahaturu Shatalabahaturu Rakasinina Kalubo പരിധികളില്ല ജീവിതം ആത്മനിറവിൻ ജീവിതം പരിധികളില്ല ജീവിതം ആത്മനിറവിൻ ജീവിതം പരിധികളില്ല ജീവിതം ആത്മനിറവിൻ ജീവിതം പറഞ്ഞേ പരിധികളില്ല ജീവിതം ആത്മനിറവിൻ ജീവിതം മഹത്വപൂർണമാ ജീവിതം മഹത്വപൂർണമാ ജീവിതം ആ കരം ഉയർത്തി പറഞ്ഞേ പരിധികളില്ല ജീവിതം ആത്മനിറവിൻ ജീവിതം ഓ പരിധികളില്ല ജീവിതം ആത്മനിറവിൻ ജീവിതം മഹത്വപൂർണമാ ജീവിതം ഓ മഹത്വപൂർണമാ ജീവിതം എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു എന്റെ ജനത്തിന്റെ സ്ഥിതി ഞാൻ മാറ്റുമ്പോൾ തിരുവനന്തപുരം അതിശയിക്കും രാജ്യങ്ങൾ അനുസരിക്കും തിരുവനന്തപുരം അതിശയിക്കുന്ന ഞാൻ പറഞ്ഞേ രാജ്യങ്ങൾ അനുസരിക്കുന്ന ഞാൻ പറഞ്ഞു തിരുവനന്തപുരം അതിശയിക്കുമ്പോ രാജ്യങ്ങൾ അനുസരിക്കാൻ പോകുന്നു പരിധികളില്ല ജീവിതം ആത്മനിറവിൻ ജീവിതം ഒരിക്കൽ കൂടെ പരിധികളില്ല ജീവിതം ആത്മനിറവിൻ ജീവിതം മഹത്വപൂർണമാ ജീവിതം മഹത്വപൂർണമാ ജീവിതം ഓ സത്യത ഇനി നിങ്ങളെ വിട്ടാലും മതി കേട്ടോ ബിക്കോസ് ഐ ഫെൽറ്റ് സംതിങ് ഈസ് വർക്കിംഗ് ഇൻ ദിസ് ചർച്ച് എനിക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യം ഈ സഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു I know when the presence started to move we no need to do anything. He will do everything. സാന്നിധ്യം ചലിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവൻ സർവ്വതും ചെയ്യുവാനിടയാകും. Can you say hallelujah? എത്ര പേർക്ക് hallelujah പറയാം? ഓരോ വാഗ്ദത്തങ്ങളും കർത്താവ് നിങ്ങളോടാണ് പറഞ്ഞത്. ഈ വർഷം ആ വാഗ്ദത്തങ്ങളിൽ ജീവിക്കാം. ലിമിറ്റ്ലെസ് ആയ ഒരു ലൈഫിനെ സ്വപ്നം കണ്ടാട്ടെ, പരിധികളില്ലാത്ത ജയത്തിലായിരുന്നാട്ടെ, വലിയ അത്ഭുതങ്ങൾ കൊണ്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. നമുക്ക് ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ശോഭന സിസ്റ്ററാണ് താമസിക്കുന്നത് കാട്ടായിക്കോണം അല്ലേ? കാട്ടായിക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് സിസ്റ്റർ താമസിക്കുന്നത്. സിസ്റ്ററിനും കുറേ സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞോ സിസ്റ്റർ.
17-ാം തീയതിയിലത്തെ മിറക്കൽ സൺഡേയിൽ ബ്രദർ ദൂത് പറഞ്ഞ് എൻ്റെ ഇടത് കയ്യിലൊരു മുഴ ഉണ്ടായിരുന്നു. അത് ജിജോ ബ്രദറിൻ്റെ അപ്പുറം തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് അത് മാറിപ്പോയി. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ മിറക്കിൾ സൺഡേ സിസ്റ്റർ കടന്നു വന്നപ്പോൾ ബ്രദർ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂടെ സിസ്റ്ററിനോട് ദൂത് പറഞ്ഞു. എന്നിട്ട് ജിജോ ബ്രദറിനോട് തലേ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച സമയത്ത് ഇടത് കയ്യിലുണ്ടായിരുന്നു തടിപ്പ് സമ്പൂർണ്ണമായിട്ടും മാറിപ്പോയി. ഒരു മുഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ അടുക്കൽ കർത്താവിന്റെ ശക്തി നിൽക്കുന്ന എന്നെ കാണിച്ചു കർത്താവ്. കക്ഷത്തിൽ ഒരു മുഴയുണ്ടെന്നാണ് സിസ്റ്റർ പറയുന്നത്. ഞാൻ ആ മുഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ അതേ ദൈവ സാന്നിധ്യം അങ്ങോട്ട് മൂവ് ചെയ്യുന്നത് എന്നെ കാണിച്ചു കർത്താവ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു രാമേൻ പറഞ്ഞേ. അവരോട് പറ, ഇപ്പോൾ അത് സൗഖ്യമാകുകയാണ്. ജിജോ, അത് അവരുടെ കക്ഷത്തല്ല, കക്ഷത്തിനും നെഞ്ചിന്റെയും ഇടയിലാണ്. കക്ഷത്തിന്റെയും നെഞ്ചിന്റെ ഇടയിലാണ്. യേശു കർത്താവ് അവരെ സൗഖ്യമാക്കുക. അതെ, ആ സൈഡാണ്. യേശു കർത്താവ് അവരെ സൗഖ്യമാക്കുക. യേശു കർത്താവ് അവരെ സൗഖ്യമാക്കുക. ഇത് എത്ര നാളായിട്ടുണ്ടായിരുന്നു? അത് എനിക്ക് 25 വർഷം മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഇടത് കയ്യിൽ. അതിനുശേഷം ഞാൻ ഒരു 21-ൽ ഞാൻ മേശയിൽ കൈയിടിച്ച് വന്ന് മറിഞ്ഞ് വീഴുന്നു, കമഴ്ന്ന് വീഴുന്നു. അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവിടെ തടുപ്പ് വന്നു തുടങ്ങിയത്. ശരി, ഏതായാലും കുറച്ച് വർഷങ്ങളായിട്ട് ഇത് ഉണ്ടായിരുന്നു. ഇപ്പോൾ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു തടിപ്പ്. തലേ കൈവച്ച് പ്രാർത്ഥിച്ച സമയത്ത് കഴിഞ്ഞ മിറക്കിൾ സൺഡേയിൽ കർത്താവ് സൗഖ്യമാക്കി. പിന്നെ സിസ്റ്ററിന് വേറെയും പ്രയാസങ്ങളുണ്ടായിരുന്നല്ലോ. വലതു ഭാഗത്ത് ഒരു തടുപ്പ് പോലെ ഉണ്ടായിരുന്നു, ഒരു കൊഴുപ്പിൻ്റെ ഇതുപോലെ. അത് ജസ്റ്റിൻ ബ്രദർ 18-ാം തീയതി മിറക്കിൾ നോർമയിൽ ഇങ്ങനെ പറഞ്ഞ് തടുപ്പുള്ളവർ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ച് അത് പിറ്റേ ദിവസമായപ്പോൾ അത് അവിടെ തടുപ്പായിട്ടില്ല. മിറക്കിൾ സൺഡേയിൽ പ്രാർത്ഥിച്ചപ്പോൾ വലതു ഭാഗത്തെ തടിപ്പ് പോയി. 18-ാം തീയതിയുടെ മിറക്കിൾ നോർമലിൽ ജസ്റ്റിൻ പ്രാർത്ഥിച്ചപ്പോൾ വലതുവശത്തെ തടിപ്പും പോയി. അങ്ങനെ സിസ്റ്ററിന്റെ ശരീരത്തിലുണ്ടായിരുന്ന 2 തടിപ്പുകളും ഇപ്പോൾ ഇല്ല. ഓക്കെ, കർത്താവ് എത്ര നല്ലവനാണല്ലേ. പിന്നെ ശ്വാസം മുട്ടലിന്റെ കാര്യം 2019 തൊട്ട് എനിക്ക് ശ്വാസം മുട്ടലും അലർജിയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2020 വരെ കുഴപ്പമില്ലായിരുന്നു. ഇങ്ങനെ വരുമ്പോൾ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കും, അങ്ങ് മാറുമായിരുന്നു. അത് കഴിഞ്ഞ് 21 ആയപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇൻഹീലർ വലിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ 22 ആയപ്പോൾ ഞാൻ അവിടെ മീറ്റിംഗ് ഇരുന്നപ്പോൾ പിന്നെ ബ്രദർ പറഞ്ഞ് ഇൻഹീലർ വലിക്കുന്നവരെ എഴിച്ച് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ എഴിച്ച് നിന്നു. അപ്പോൾ അടുത്ത് നിന്ന കുട്ടിയോട് പറഞ്ഞ് എൻ്റെ നെഞ്ചിൽ കൈവയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് അതോടെ ഞാൻ ഇതുവരെ ഇൻഹീലർ വലിച്ചിട്ടില്ല. ഇൻഹേലർ ഉപയോഗിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അടുത്ത് നിൽക്കുന്ന ആള് നെഞ്ചത്ത് കൈവച്ച് ലീഡർ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇപ്പോൾ ആ പ്രശ്നമില്ല, ഇതുവരെ വലിച്ചിട്ടില്ല. എത്ര നല്ല ദൈവമാണ് നമ്മുടെ ദൈവം അല്ലേ. ശ്വാസം മുട്ടൽ വരിക എന്ന് പറഞ്ഞാൽ എന്തൊരു പ്രയാസമാണ്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഇപ്പൊ ഇൻഹേലർ വേണ്ട, ഒന്നും വേണ്ട, നോർമൽ ആയിട്ട് ശ്വസിക്കാൻ പറ്റും. അലർജിയുടെ ഗുളിക കഴിക്കണം, അതൊക്കെ നിർത്തി. അലർജിയുടെ ഗുളിക നിർത്തി. കണ്ടോ, എല്ലാ സാമ്പത്തിക ലാഭമുണ്ട്, ശാരീരിക സൗഖ്യമുണ്ട്. നമ്മുടെ കർത്താവ് എന്തെല്ലാം ചെയ്യുന്നല്ലേ. ഓരോ സാക്ഷ്യങ്ങളും കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം ശ്രേഷ്ഠമായി വെളിപ്പെടുന്നതാണ് അനുഭവിക്കാൻ കഴിയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളിൽ കർത്താവിൻ്റെ പ്രവൃത്തിയെ കാണാതിരിക്കുമ്പോൾ വേറൊരാളുടെ ജീവിതത്തിലൂടെ കർത്താവ് ചിലത് നമ്മളോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ആ ദൈവം എന്നോടൊപ്പം ചലിക്കുന്നു, നിങ്ങളോടൊപ്പം ചലിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ മുൻപിലായിരിക്കുന്ന ഞെരുക്കുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുവന്ന വേദനയുടെ അനുഭവങ്ങൾ, ഇതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. അപ്പോൾ അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം, അവിടുത്തെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. എനിക്കൊരു വ്യക്തിയെ കാണാം, നല്ല കരിനീലയ്ക്കകത്ത് കുഞ്ഞു പൂക്കളുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരാളിരിക്കുക. ആ വ്യക്തി ഇരുനിറത്തിൽ താഴെയാണ്. ആ വ്യക്തിയെ കർത്താവ് കൈ പിടിച്ചുയർത്തുന്നത് കാണാം. ആ വ്യക്തിയെ ദൈവം അടുത്തൊരു ദൈവിക അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നത് കാണാം. താൻ ആയിരിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ തന്നോട് കർത്താവ് ചിലത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിനോടൊപ്പമായിരുന്നാട്ടെ. ചിലത് കേൾക്കാനായി കഴിയും, കർത്താവിനോട് സംസാരിക്കുന്നത് കേൾക്കാനായി കഴിയും, അതിൻ്റെ ലൈഫിൽ വരുന്നത് കാണാനായി കഴിയും. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. അതേപോലെ ഒരു ഫോട്ടോഗ്രാഫറോട് കർത്താവ് സംസാരിക്കുന്നത് കാണാം. ഹല്ലേലൂയ, നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്നു. ഉയരങ്ങളിൽ സ്വപ്നം കണ്ട ഒരു വ്യക്തി, പക്ഷേ താൻ എങ്ങും എത്താതെയാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. ആ വ്യക്തിയുടെ ലൈഫിൽ പടികൾ
വെളിപ്പെടട്ടെ അപ്പാ. മുകളിലോട്ടുള്ള പടികൾ വെളിപ്പെടട്ടെ, ഉയർച്ചയിലോട്ടുള്ള പടികൾ വെളിപ്പെടട്ടെ അപ്പാ. നിന്റെ കൃപയ്ക്കായി സ്തോത്രം അപ്പാ, നിന്റെ കൃപയ്ക്കായി നന്ദിയപ്പാ, നിന്റെ കൃപയ്ക്കായി സ്തോത്രമപ്പാ. ഈ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ, ഈ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ, ഈ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടട്ടെ അപ്പാ. അപ്പോൾ ആരാണോ കർത്താവിൻ്റെ ആ ശ്രേഷ്ഠ വലയത്തിലായിരിക്കുന്നത്, അല്ല ആ സാന്നിധ്യത്തെ ഒന്ന് തൊടുന്നത്, അവർ ചിലത് ശ്രേഷ്ഠമായി തന്നെ ജീവിതത്തിൽ കാണട്ടെ അപ്പാ, അനുഭവിക്കട്ടെ അപ്പാ. കർത്താവേ, എന്നോടൊപ്പം ആയിരിക്കുന്ന രോഗികൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, രോഗികൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ചില വ്യക്തികളുടെ ലൈഫിൽ എനിക്ക് കാണാൻ കഴിയുന്നത് പഴുത്തു പൊട്ടുന്ന അനുഭവങ്ങളിൽ വയറിൻ്റെ സൈഡുകളിൽ കൊച്ചു കൊച്ചു മുഴകൾ പോലെ വന്ന് അത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്ന അനുഭവങ്ങളിലായിരിക്കുന്ന ചില വ്യക്തികളെ കാണാം. അതേപോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും കുരുപ്പുകൾ പോലെ മുഴകൾ പോലെ വന്ന് അത് പൊട്ടുക, ഇടയ്ക്കിടയ്ക്ക് അത് പഴുത്തു പൊട്ടുന്ന അനുഭവത്തിലായിരിക്കുന്ന ചിലരെ കർത്താവ് തൊടുന്നത് കാണാം, ചിലരെ കർത്താവ് തൊടുന്നത് കാണാം. അവിടുത്തെ കൃപയ്ക്കായി നന്ദിയപ്പാ, അവിടുത്തെ കൃപയ്ക്കായി നന്ദിയപ്പാ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ. താങ്ക് യു ജീസസ്. അപ്പാ, ഓരോ കുടുംബങ്ങളിലും അത്ഭുതം ഉണ്ടാകട്ടെ അപ്പാ, ഓരോ കുടുംബങ്ങളിലും അത്ഭുതം ഉണ്ടാകട്ടെ അപ്പാ. കർത്താവേ, ഇവർ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അപ്പോൾ അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകട്ടെ അപ്പാ. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആ വലിയ അനുഭവത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാം. ഗോഡ് ബ്ലെസ് യു.